ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचाय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുകുന്ദമാല സ്തോത്ര ബൈ കുലശേഖർ ആൾവാർ. 14ാമത്തെ ശ്ലോകം മുതൽക്ക്. പൃഥ്വീരേണുരനുപയാംസി കനികാ ഫൽഗുസ്ഫുലിംഗോലഗോസ് തേജോ നിശ്വാസനം മരുത്തനുതരം രാധ്രം സുസൂക്ഷ്മാന്നഭാം ക്ഷുദ്രരുദ്ര പിതാമഹ പ്രഭൃത്യയാ कीट समस्तसुरा दृष्टे यत्र स तारको विजयते श्रीपादधूलिकणः. वैज्ञो माताजी. पृथ्वीरेणुरेणुपयांसि कणिका फल्गुस्फुलिङ्गो लघु तेजो निःश्वसनं मरुत्तरं इन्द्रं सुसूक्ष्मं नभा क्षुद्रा रुद्रपितामह प्रभृतयः कीडा समस्तासुरा दृष्टे यत्र स तारको विजयते श्रीपादधूलिकणा. Very good. Translation. Once our Savior has been seen, the whole earth becomes no greater than a speck of dust. All the waters of the ocean become mere droplets. The totality of fire becomes a minute spark. The winds become just a faint sigh, and the expanse of space becomes a tiny hole. Great lords like Rudra and grandfather Brahma become insignificant, and all the demigods become like small insects. Indeed, even one particle of dust from our Lord's feet conquers all. കുലശേഖർ ആൾവാർ ഭഗവാന്റെ ആ മഹത്വം, ഗ്രേറ്റ്നെസ് ആണ് ഇവിടെ പറയുന്നത്. Once our Savior has been seen, the whole earth becomes no greater than a speck of dust. ഏകാംശേന സ്ഥിതോ ജഗത് എന്നാണ് നമ്മളുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ഏക അംശേന സ്ഥിതോ, ഈ ജഗത്ത്, ഈ മെറ്റീരിയൽ യൂണിവേഴ്സ് അല്ല, അഖിലാണ്ടം. ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ അഖിലാണ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെ. അപ്പൊ ഒരു യൂണിവേഴ്സ് അല്ല, എത്രയോ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സസ്. അപ്പൊ ഈ ജഗത്തെ ഏക അംശേന, എൻ്റെ ഒരു ഫ്രാഗ്മെന്റൽ പാർട്ട് മാത്രമേ ഉള്ളൂ ഈ ജഗത്ത്. 3/4 എന്താണ്? ആധ്യാത്മിക ലോകമാണ്. 1/4 അത് പറയാൻ വേണ്ടി പറയുന്നു. പക്ഷെ ഭഗവാൻ ഭഗവത്ഗീത ഏകാംശേന സ്ഥിതോ ജഗത്ത്, ജസ്റ്റ് ഒരു അംശം മാത്രം, ഫ്രാഗ്മെന്റൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ആധ്യാത്മിക ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും അധിപനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ. പ്രൊപ്പറേറ്ററാണ്, മാസ്റ്ററാണ്, കൺട്രോളറാണ്, എൻജോയറാണ്. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ദ ഹോൾ ഹെർട്ട് ബിക്കംസ് ഗ്രേറ്റർ ദാൻ എ സ്പെക്ക് ഓഫ് ഡസ്റ്റ്. ഒരു ചെറിയ തരി മണ്ണ്, അത്രയേ ഉള്ളൂ.
All the waters of ocean become mere droplets. നമുക്കറിയാം, നമുക്ക് ഒരു ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ, ബംഗാൾ, ഇതൊക്കെ നമുക്ക് ഭേദം ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെ? അത്രയും അപാരമായിട്ടുള്ള മെറ്റീരിയൽ ഓഷ്യൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഭഗവാന്റെ ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ സൃഷ്ടിയുടെ മുമ്പില് ഇതെല്ലാം എന്താണ്? മിയർ ഡ്രോപ്ലെറ്റ്സ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ. ദ ടോട്ടാലിറ്റി ഓഫ് ഫയർ ബിക്കംസ് എ മൈന്യൂട്ട് സ്പാർക്ക്. നമുക്കറിയാം സൂര്യഭഗവാൻ എന്ന് പറഞ്ഞാൽ, സൂര്യകോളം എന്ന് പറഞ്ഞാൽ എത്രയോ നമ്മുടെ എർത്തിനെ കമ്പനി എത്രയോ കൂടുതൽ വലുപ്പമുള്ളതാണ്. അതെല്ലാം ഫുൾ ഫയർ ആണ്, അല്ലേ? അതാണോ ജ്വലിക്കുന്നത്, അതാണോ നമുക്ക് ലൈറ്റും ഹീറ്റും തരുന്നത്. അപ്പൊ അത് എന്താണ്? മൈന്യൂട്ട് സ്പാർക്ക് ആയിട്ട്, ഇൻ കമ്പാരിസൺ ടു ദ ഗ്രേറ്റ്നെസ് ഓഫ് കൃഷ്ണ ഓർ ദ സുപ്രീം ലോർഡ്. ദ വിൻഡ്സ് ബിക്കം ജസ്റ്റ് എ ഫെയിന്റ് സൈൻ. അതേപോലെ കാറ്റും, അതും ഭഗവാന്റെ ആ സൃഷ്ടിയുടെ മുമ്പിൽ ഒന്നുമല്ല. ആൻഡ് ദ എക്സ്പാൻസ് ഓഫ് സ്പേസ് ബിക്കംസ് ടൈനി ഹോൾ. നമ്മൾ കാണുന്ന ഏറ്റവും, അതായത് അനന്തമായിട്ടുള്ള ആ ഒരു മാനിഫെസ്റ്റേഷനാണ് സ്കൈ, അല്ലെ? ആകാശം, ഈഥർ. അപ്പൊ അതെന്താണ്? ടൈനി ഹോളായിട്ട്, ചെറിയൊരു ദ്വാരമായിട്ട് നമുക്ക് കാണുന്നു. ഗ്രേറ്റ് ലോർഡ്സ് ലൈക്ക് രുദ്ര ആൻഡ് ഗ്രാൻഡ് ഫാദർ ബ്രഹ്മ ബിക്കം ഇൻസിഗ്നിഫിക്കൻറ്റ്. ഭഗവാന്റെ മുമ്പില് നമ്മള് എല്ലാവരും ആദരിക്കുന്ന ഗ്രേറ്റ് ശിവൻ, ഓക്കെ, ലോർഡ് ശിവ ആൻഡ് ബ്രഹ്മ, ദ ഫസ്റ്റ് ലിവിങ് എൻറ്റിറ്റി, ദ സെക്കൻഡറി ക്രിയേറ്റർ, അല്ലേ? അദ്ദേഹം എന്താണ്? ബിക്കം ഇൻസിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, നമ്മൾ പറയുന്നില്ല, ഇപ്പൊ നമ്മളും ഒരു ഉറുമ്പിനും നമ്മൾ കമ്പയർ ചെയ്യാം, നമുക്ക് തോന്നിയ ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ്. ഹനുമാൻ ലങ്കയിലേക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന സമയത്ത്, സേതു ഉണ്ടാക്കുന്ന സമയത്ത്, അണ്ണാനും വന്നിട്ട് അതിൽ മണലിൽ എന്താ പറയാ പടഞ്ഞിട്ട് മണലാക്കിയിട്ട് ആ സേതു ബന്ധനത്തിന് സഹായിച്ചു. അപ്പോൾ ഹനുമാൻ തോന്നി, ഇത്രയും ജൈജാന്തികായിട്ടുള്ള ഹനുമാൻ ഈ അണ്ണാരെ കണ്ടപ്പോൾ, നീ എന്തിനാ വെറുതെ സമയം കളയുന്നത്, ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? അപ്പോൾ അത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് ഹനുമാൻ കണ്ടത്. അപ്പോൾ അതേപോലെ ഇത്രയും വലിയ വലിയ ഡെമിഗോഡ്സ്, അന്യദേവതമാര്, അതിൽ പ്രധാനപ്പെട്ട ചീഫായിട്ടുള്ളത് ശിവനും ബ്രഹ്മവും, അത് കഴിഞ്ഞ് വായു, വരുണൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, ഇവരെല്ലാം ഉണ്ട്. അവരൊക്കെ എല്ലാം സ്മോൾ ഇൻസെക്ട്സ്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഉറുമ്പിനെ കാണുമ്പോൾ വളരെ നെഗ്ലിജന്റ് ആയിട്ട്, വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് തോന്നും, അല്ലെ? ഒരു ചെറിയ ഉറുമ്പ്. അതേപോലെ ഭഗവാന്റെ മുമ്പിൽ ഇവരെല്ലാം വളരെ ഇൻസിഗ്നിഫിക്കൻറ്റ്. Indeed, even one particle of the dust from our Lord's feet conquers all. Okay? വാമനന്റെ വാമന അവതാരത്തില് ബലി മഹാരാജനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്ത്, കംപ്ലീറ്റ് യൂണിവേഴ്സ് രണ്ട് സ്റ്റെപ്പ് കൊണ്ട് ഭഗവാന്റെ രണ്ട് ചെറിയ ഡ്വാർഫായിട്ടുള്ള വാമനന്റെ സ്റ്റെപ്പ് കൊണ്ട് മുഴുവൻ കീഴടക്കി. ബാക്കി മൂന്നാമത്തെ സ്റ്റെപ്പിന് സ്ഥലമില്ല. അപ്പൊ അതെവിടെ നിവൃത്തിയില്ല. അപ്പൊ ബലി മഹാരാജ് ആത്മസമർപ്പണം ചെയ്തു, തലയിൽ വെച്ചു. അങ്ങനെ സുതലത്തിലേക്ക് ബലി മഹാരാജാവിന് അനുഗ്രഹമാണോ അതോ ശാപമാണോ? പല ആൾക്കാർ പറയും ഭഗവാൻ ക്രൂരനാണ്. ഇതെല്ലാം ചെയ്തിട്ടും ബലി മഹാരാജാവിനെ എവിടേക്ക് പറഞ്ഞു? പാതാളത്തിലേക്ക് അല്ല പറഞ്ഞത്, സുതലത്തിലേക്കാണ്. ആ സുതലത്തില് ഭഗവാൻ സ്വയം ഗാഡായിട്ട് നിൽക്കുകയാണ്, അല്ലേ? അപ്പൊ അതൊരു അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഗ്രേറ്റ്നെസ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. പ്രഭുപാദ വളരെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഡിസൈപ്പിൾ ഉണ്ടായിരുന്നു, ശിഷ്യൻ ഉണ്ടായിരുന്നു, തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ്. എല്ലാവർക്കും അറിയാം. വളരെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു. വളരെ നല്ലൊരു മാനേജ്മെന്റ് കപ്പാസിറ്റി, സ്കോളറും ആയിരുന്നു. അങ്ങനത്തെ ഒരു ഡിസൈപ്പിൾ. എപ്പോഴും പ്രഭുപാദ സെക്രട്ടറി ആയിട്ടും പ്രഭുപാദ ഒരുപാട് കാര്യത്തിലും സഹായിച്ചിട്ടുള്ള ഡിസൈപ്പിൾ ഉണ്ട്. 2005 കാർ ആക്സിഡന്റിൽ അദ്ദേഹം വെടിഞ്ഞു. അതായത് ഭഗവാന്റെ ധാമിലേക്ക് പോയി എന്നർത്ഥം. അദ്ദേഹത്തിന്റെ ആ ലീലയുടെ പാട്ട് കഴിഞ്ഞു, അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചു പ്രഭുപാദ. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഇനീഷ്യൽ സ്റ്റേജില് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന് എല്ലാ സേവയും കൊടുക്കും പ്രഭുപാദ. കാരണം അദ്ദേഹം ഇത്രയും കേപ്പബിൾ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് കുറച്ച് പ്രാധാന്യം പ്രഭുപാദ തരുന്നുണ്ട്. അപ്പൊ ചെറിയൊരു എന്താണ് വരിക? പ്രൈഡ്, അല്ലേ? ഒരു അഭിമാനം.
ഞാൻ ഇതിന് capable ആണ്, പ്രഭുപാദ എന്നെയാണ് ഇതിനെല്ലാം നിയുക്തമാക്കുന്നതിനുള്ള ചെറിയൊരു അഭിമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിന്റെ പറയുന്ന ക്ലാസ്സിൽ. അപ്പൊ അതൊന്ന് ക്രാഷ് ചെയ്യാൻ അല്ലെങ്കിൽ സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഭുപാദ പറഞ്ഞു, ഭാഗവത്തിന്റെ ഫസ്റ്റ് കാൻഡോ കൊണ്ടാൻ പറഞ്ഞു. ഭാഗവത്തിന്റെ ഫസ്റ്റ് കാൻഡോ കവർ പേജില് മഹാവിഷ്ണു കാരണസാഗരത്തിൽ കിടക്കുകയാണ്. മഹാവിഷ്ണുവിന്റെ സ്കിൻ പോഴ്സിൽ നിന്ന് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ആണ് വരുന്നത്, പ്രത്യക്ഷമാവുന്നല്ലേ. അപ്പൊ പറഞ്ഞു, ഇത് നോക്കുമോ, ഉണ്ടോ, മഹാവിഷ്ണു ആണിത്, കോസൽ ഓഷ്യനിൽ ആണ് കിടക്കുന്നത്. ആ മഹാവിഷ്ണുവിന്റെ ശരീരത്തിന്റെ ആ രോമകൂപങ്ങളിൽ നിന്ന് മില്യൺ കണക്കിലുള്ള ബ്രഹ്മാണ്ടങ്ങൾ പ്രത്യക്ഷപ്പെടും. ആ ഓരോ ബ്രഹ്മാണ്ടത്തിലും അതേ മഹാവിഷ്ണു എക്സ്പാൻഡ് ചെയ്തിട്ട് ഗർഭോദകസായ വിഷ്ണു ആയിട്ട് പ്രവേശിക്കുന്നു. എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട് അത്രയും ഗർഭോദകസായ വിഷ്ണു എക്സ്പാൻഡ് ചെയ്യുന്നു മഹാവിഷ്ണുവിൽ നിന്ന്. ഒന്നല്ല, മഹാവിഷ്ണു ഒന്നാണ്. അതിൽ നിന്ന് എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട് അത്രയും ബ്രഹ്മാണ്ടത്തില് ഗർഭോദകസായ വിഷ്ണു എൻ്റർ ചെയ്യുന്നു, ഓരോന്നിലും. അപ്പൊ ആ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ കാര്യം എടുക്കുക, നമ്മൾ ഒരുപാടുണ്ട്, മില്യൺ കണക്കിന്, അതൊന്നും കിടക്കില്ല. അപ്പൊ ഒരു ബ്രഹ്മാണ്ടത്തില് ആ ഗർഭോദകസായ വിഷ്ണു, ആ ഗർഭോദകസായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ഒരു കമലം വളരുന്നത്. ആ നാഭിയിൽ നിന്ന് വളരുന്ന കമലത്തിന്റെ തണ്ടിലാണ് നമ്മളുടെ 14 ലോകങ്ങൾ അല്ലേ. അപ്പർ പ്ലാനറ്റ് സിസ്റ്റം, മിഡിൽ പ്ലാനറ്റ് സിസ്റ്റം ആൻഡ് ലോവർ പ്ലാനറ്റ് സിസ്റ്റം. അപ്പോൾ 14 ലോകത്തിലെ മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം, പ്ലാനറ്ററി സിസ്റ്റംസ് ആണ്, പ്ലാനറ്റ് അല്ല, എർത്ത് മാത്രമല്ല. അതിൽ 7 പ്രധാനപ്പെട്ട ദ്വീപുകളുണ്ട്. ജംബുദ്വീപ്, പിന്നെ അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഓർമ്മയില്ല. അതിൽ മധ്യത്തിലാണ് ജംബുദ്വീപ്. 7 ദ്വീപിലെ പ്രധാനപ്പെട്ട ആ ഒരു ദ്വീപ്, നമ്മൾ വസിക്കുന്ന ആ ദ്വീപ് ഏതാണ്? ജംബുദ്വീപ്. അത് മധ്യത്തിലാണ്. അതില് 9 വർഷങ്ങളുണ്ട്. അതിലൊന്നാണ് ഭാരതവർഷം. ആ ഭാരതവർഷത്തിന് 9 ഖണ്ഡങ്ങളുണ്ട്. അതിലൊന്നാണ് ഭാരതഖണ്ഡം. അതാണ് നമ്മുടെ എർത്ത് എന്ന് അറിയപ്പെടുന്നത്. മിഡിൽ പ്ലാനറ്റ് സിസ്റ്റത്തില് ആ എർത്തില് എത്ര കോണ്ടിനെന്റ്സ് ആണ്? 8 അല്ലേ? എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? 7 7 7 ഭൂഖണ്ഡങ്ങൾ അല്ലെ. അതിലെ 7 ഭൂഖണ്ഡങ്ങളുടെ അമേരിക്കയിലെ വലിയൊരു ഇതാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് എന്നുള്ള ഒരു സിറ്റിയിലെ അതിലെ ഒരു പെർട്ടിക്കുലർ സ്ട്രീറ്റിലെ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിലെ 2ാമത്തെ ഫ്ലോറിൽ ഇസ്കോന്റെ ഒരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസിന്റെ ഫ്ലാറ്റിലെ ഒരു റൂമില് എല്ലാവരും ഇരിക്കുന്നു. അതില് തമാൽ കൃഷ്ണ പറഞ്ഞിട്ടുള്ളൊരു ഡിസൈപ്പിളും ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം വിചാരിക്കുന്നു ഹീസ് ഗ്രേറ്റ്. അപ്പോ മഹാരാജ് പറയാണ്, ഞാൻ വളരെ അങ്ങോട്ട് എന്നെ അങ്ങോട്ട് സ്മാഷ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ പൊസിഷൻ ഇൻസിഗ്നിഫിക്കൻറ്റ്, ഞാൻ എക്സിസ്റ്റേ ചെയ്യുന്നില്ല. അതേപോലെ ഈ കോസ്മിക് ക്രിയേഷനിൽ നമ്മളുടെ എർത്തിന്റെ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറയാം. ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ഈ സൃഷ്ടിയിലെ, ഭൗതിക ലോകത്തിലെ സൃഷ്ടിയിലെ നമ്മളുടെ ഈ ഭൂമിയുടെ ആ അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ, ഇൻസിഗ്നിഫിക്കൻറ്റ്, ജസ്റ്റ് എ ഡോട്ട്. നമ്മൾ പല നാസയുടെ പലതും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അതില് ആ ഭൂമിക്ക് തന്നെ യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അതില് ജീവിക്കുന്ന എത്രയോ ജീവജാലങ്ങളിൽ ഒരാളാണ് ഒരു മനുഷ്യൻ. നമ്മൾ വിചാരിക്കുന്നു ഞാൻ എന്തൊക്കെയാണെന്ന്. ആണ് പ്രഭുപാദ പറഞ്ഞത്, വി ആർ നത്തിങ്. ഒരു കടലിലെ ഒരു തുള്ളി വെള്ളം കുറഞ്ഞാൽ കടലിന് വല്ലതും സംഭവിക്കും? അല്ലെങ്കിൽ ഒരു ചാക്ക് എള്ളുണ്ട്, അല്ലെങ്കിൽ കടുക്, ഒരു ചാക്ക് കടുക്, എത്ര കടുക് ഉണ്ടായിരിക്കും അതിന്? ഒരു 100 കിലോ ചാക്കാണ്, അതിൽ കടുകാണ്, എത്ര കടുക് ഉണ്ടായിരിക്കും? ആർക്കെങ്കിലും എണ്ണാൻ പറ്റുമോ? അതിലൊരു കടുക് മണി പോയാൽ ആ വല്ലവർക്കും വല്ലതും സംഭവിക്കുമോ? അതേപോലെ ഉള്ളൂ. നമ്മൾ ഒരാൾ പോയാൽ അത്രേ ഉള്ളൂ. നമ്മളാണ് വിചാരിക്കുന്നത് ഞാൻ എന്തൊക്കെയാണെന്ന്. അതാണ് നമ്മുടെ അഹംഭാവം, അഹങ്കാരം. ഇവിടെ ഭഗവാന്റെ ഗ്രേറ്റ്നെസ് ആണ് കുലശേഖർ ആൾവാർ പറയുന്നത്. അപ്പൊ ഭഗവാൻ
മറ്റുള്ളവരുടെ കമ്പാരിസണിൽ അത് ലോർഡ് ബ്രഹ്മ ആയിക്കോട്ടെ, ശിവഭഗവാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എർത്ത് ആയിക്കോട്ടെ, സമുദ്രമായിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, സ്പേസ് ആയിക്കോട്ടെ, എന്തായാലും ശരി, ഭഗവാന്റെ മുമ്പിൽ ഇതെല്ലാം വളരെ വളരെ നെഗ്ലിജന്റ് ആണ്, സ്പെക്കാണ്, സ്പെക്ക് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ഹിസ് ലോട്ടസ് ഫീറ്റ്. അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. പർപ്പോട്ടിൽ നോക്കാം എന്താണ്. Lord Krishna is unlimited. No one is greater than or equal to him. Therefore, it is impossible to compare him with anyone else, even if we wish to make a favorable comparison. No one is equal to him and no one is greater to him. എന്താണ് Sanskrit word? എന്താണ് Sanskrit word? No one is equal to him, no one is greater than him. Asama urdhva, asama urdhva, asama, samamilla, urdhva, meedilla. Okay. So he is unique. Everything depends on him. എല്ലാവരും ഭഗവാന്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ, ആദ്യത്തെ സ്കന്ധം, ആദ്യത്തെ അധ്യായം, ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത്, വ്യാസദേവൻ പറയുന്നത് എന്താണ് ഭഗവാനെ പറ്റിയിട്ട്? സുരാട്ട്, ഇൻഡിപെൻഡന്റ്. ഈസ് ഓൺലി ഇൻഡിപെൻഡന്റ്. ബാക്കി എല്ലാവരും ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അത് ആര് തന്നെ ആയിക്കോട്ടെ, ദ ഗ്രേറ്റ് ലോർഡ് ശിവ, ദ ഗ്രേറ്റ് ലോർഡ് ബ്രഹ്മ, ഓൾ അതർ ഡെമിഗോഡ്സ്, എല്ലാ ജീവജാലങ്ങളും ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. എവറിഥിങ് ആൻഡ് എവറി വൺ ഡിപ്പെൻഡ്സ് ഓൺ ഹിം ആൻഡ് ഈസ് ഓൺലി പ്രൊവൈഡർ. ഏകോ ബഹുനാം യോ വിദധാതി കാമാൻ. അദ്ദേഹമാണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. വായു, വെളിച്ചം, വെള്ളം, ധാന്യങ്ങള്, മിനറൽസ്, എല്ലാ നമുക്ക് വേണ്ടുന്ന, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സുലഭമായിട്ട് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഭഗവാനാണ്. പക്ഷെ നമ്മളെന്താ വിചാരിക്കുന്നത്? ഇത് നമ്മുടെ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്. നമ്മള് കൃഷി ചെയ്യുന്നു, നമുക്ക് ധാന്യങ്ങൾ കിട്ടുന്നു, അല്ലെ? പക്ഷെ ഈ ധാന്യം കിട്ടണമെന്നുണ്ടെങ്കിൽ മഴ വേണം. മഴ വേണമെന്നുണ്ടെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യണം. യജ്ഞങ്ങളാണ് നമ്മുടെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി, അല്ലെ? അപ്പോ ഇത് ഭഗവാനാണ് തരുന്നത്, നമ്മൾ മറക്കണം. നമ്മളുടെ പ്രയത്നം കൊണ്ട് നമ്മൾ നിലം ഉഴുതുന്നു, വിത്ത് വിതയ്ക്കുന്നു, അതിൻ്റെ ക്രോപ്സ് അതെല്ലാം വളരുന്നു, നമുക്ക് നെല്ല് കിട്ടുന്നു, അല്ലെങ്കിൽ ഗോതമ്പ് കിട്ടുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ അതിൻ്റെ പിന്നിലെ എന്തെല്ലാം ഉണ്ട്, ആരാണിത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ചെറിയ കുട്ടികളോട് ചോദിക്കുക, പാല് എവിടുന്ന് കിട്ടുന്നു? പാല് കുപ്പിയിൽ നിന്ന് കിട്ടുന്നു പറയും. അവര് കുപ്പിയിലെ പാല് ആരാണ് കൊണ്ടുവന്നത്, എവിടെ സോഴ്സ് ഇല്ല. ഇപ്പൊ എസ്പെഷ്യലി നമ്മുടെ അവിടെയൊക്കെ നാട്ടിൽ ജീവിച്ച കുട്ടികൾക്ക് അറിയാം. പുറം രാജ്യത്ത് നിന്ന് കുട്ടികൾക്ക് അവർക്ക് അറിയില്ല. അവര് പാക്കറ്റിൽ നിന്ന് കിട്ടുന്നു, കുപ്പിയിൽ നിന്ന് കിട്ടുന്നു ഒക്കെ പറയും, അല്ലേ? അപ്പൊ അതേപോലെ നമ്മളും ഇതിന്റെ പിന്നിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല. ഭഗവാൻ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നത്. ഭഗവാൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല, നമ്മൾ അറിയുന്നില്ല. Therefore, to say that God is greater than all others is insufficient praise. അപ്പോൾ ഭഗവാൻ എല്ലാവരെക്കാട്ടിലും വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത് അദ്ദേഹത്തിനെ വളരെ പരിമിതമായിട്ട് നമ്മൾ പുകഴ്ത്തുന്നുള്ളൂ. അദ്ദേഹത്തിന് ശരിക്കുള്ള ആ സ്തുതി അല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സ്തുതിക്കാൻ പറ്റില്ല ഭഗവാൻ. ആക്ച്വലി അത്രയും അനന്തമാണ് ഭഗവാന്റെ ഗ്രേറ്റ്നെസ്, അത്രയും ഗ്രേറ്റർ ആണ് ഭഗവാന്റെ ഗ്രേറ്റ്നെസ്. സോ but to bring the reality of the Godhead more vividly to focus in our limited minds, which are always prone to making comparison. അപ്പൊ നമ്മൾ എപ്പോഴും കമ്പാരിസൺ ചെയ്യും. ഞാൻ പല ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഡോക്ടർ ഫ്രോഗ്സ് ഫിലോസഫി, അല്ലെ? കമ്പാരിസൺ. കിണറ്റിലെ തവള കമ്പയർ ചെയ്യാണ് സമുദ്രത്തിലെ തവളയായിട്ട്, അല്ലെ? ആ സമുദ്രത്തിലെ തവള കിണറ്റിൽ വന്ന് പെട്ടപ്പോ ഞാൻ പറയാണ്, നീ താമസിക്കുന്ന ചെറിയൊരു സ്ഥലം, അതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, ഞാൻ താമസിക്കുന്ന അനന്തമായിട്ടുള്ളത്, ഓക്കെ, അത് ഭയങ്കര വാസ്റ്റാണ്. അപ്പോ കിണറ്റിലെ തവള പറയും, അയ്യോ ഇതിന്റെ 10 ഇരട്ടി, ഇതിന്റെ 100 ഇരട്ടി, ഇതിന്റെ 1000 ഇരട്ടി. അപ്പൊ എന്താ? റിലേറ്റീവ് കമ്പാരിസൺ ആണ്. അപ്പൊ നമുക്കും അതേപോലെ ഒരു കമ്പാരിസൺ നമ്മളും ഇവിടെ ചെയ്യാണ്. ഓക്കെ, ഇത്ര വലുത്, ഇത്ര വലുത്, ഇത്ര വലുത്, നമുക്ക് പറ്റില്ല. ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ്സിനെ, ഭഗവാന്റെ മഹത്വത്തിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ
ഒരു ടെൻഡൻസി ഉണ്ട് കമ്പയർ ചെയ്യാൻ. അതാണ് ഇവിടെ പറയുന്നത്, വിച്ച് ആർ ഓൾവേസ് പ്രോൺ ടു മേക്കിംഗ് കമ്പാരിസൺസ്. King Kulashekara here gives us metaphors that stress the supreme greatness of the Lord. അപ്പോ ഇവിടെ പറയുന്നിരിക്കുന്നത്, അതായത് ഭഗവാൻ അനന്തമാണ്, അദ്ദേഹത്തിന് തുല്യമായിട്ടോ അദ്ദേഹത്തിന് മുകളിലോ ആരുമില്ല, അദ്ദേഹത്തിനെ ഒരാളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സാഗരം എന്ന് പറയുന്ന ഫ്യൂ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടേഴ്സ് ആണ്. ഓക്കെ, ഈ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സ്കൈ ഇറ്റ്സ് എ സ്മോൾ ഹോൾ. അപ്പോൾ ഇതെല്ലാം ഈ മെറ്റഫോഴ്സ് ആണ്, ഈ കമ്പാരിസൺ, ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് പറയാണ് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്, gives us metaphors that stress the supreme greatness of the Lord. He compares the supreme Lord to persons and things we might think are the very greatest. അപ്പൊ നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ സാഗരത്തിന്റെയും ആകാശത്തിന്റെയും പിന്നെ ഫയറിന്റെയും എല്ലാം ഉദാഹരണങ്ങൾ. കാരണം അത് അങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. Those who reject the personal conception of God, such as pantheists, think that the earth itself is God. ചില ആൾക്കാര് പാന്തിസം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി അതന്നെ ഈശ്വരൻ, ഈ മലകള്, സാഗരം, അല്ലെങ്കിൽ ഈ എർത്ത്, ഇതെല്ലാം ഈശ്വരന്റെ വേറൊരു ഇതാണ്. അപ്പൊ അതന്നെ ഈശ്വരൻ. ഇപ്പൊ ചില സൊറാസ്ട്രിയൻസ് അവർ ഫയർ ഗോഡ്, ഫയറിനെ ഈശ്വരനായിട്ട് കാണുന്നു. ചില ആൾക്കാർ പർവ്വതങ്ങളെ ഈശ്വരനായിട്ട് കാണുന്നു, റെപ്രസെന്റേഷൻ. പക്ഷെ ഭഗവാൻ ഹാസ് എ പേഴ്സണൽ ഫോം ആൾസോ, അതവർ മാനിക്കുന്നില്ല. ഇതാണ് പർവ്വതം, അല്ലെങ്കിൽ ഈ ഭൂമി ഇത് ഈശ്വരനാണ്, അല്ലെങ്കിൽ ഫയർ ഇത് ഈശ്വരനാണ്. അങ്ങനെ അതാണ് പാന്തിസ്. സച്ച് ആസ് പാന്തിസ് തിങ്ക് ദാറ്റ് ദ എർത്ത് ഇറ്റ്സെൽഫ് ഈസ് ഗോഡ്. ഈ ഭൂമി തന്നെ ഈശ്വരനാണ്, ഈശ്വരന്റെ ശക്തിയാണ്. എർത്ത് ഈശ്വരനാണോ? അല്ല, പക്ഷെ ഈശ്വരന്റെ ശക്തിയാണ്. ഈശ്വരൻ ഹി ഹാസ് ഗോട്ട് സച്ചിദാനന്ദ രൂപമുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തിയാണ് ഇവിടെ എർത്തായിട്ടും ഓഷ്യനായിട്ടും സൺഗോഡായിട്ടും അങ്ങനെയെല്ലാം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. സോ സം ഇംപേഴ്സണലിസ്റ്റ് തിങ്ക് ദാറ്റ് ദ സ്കൈ ഈസ് ദ ഗ്രേറ്റസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആൻഡ് സോ ദേ കൺസിഡർ ഇറ്റ് ടു ബി ഗോഡ്. ചില ആൾക്കാർ ആകാശം വാസ്റ്റാണ്, അനന്തമാണ്, അപ്പൊ അതാണ് ഈശ്വരൻ. ഈശ്വരൻ മുകളിലുണ്ട്. എവിടെ? മുകളിൽ, ആകാശത്ത്. എവിടെ എന്താണെന്ന് അറിയില്ല. Demigod worshippers consider Rudra and Brahma to be supreme person. Okay, അന്യദേവതമാരെ ഉപാസിക്കുന്ന ആൾക്കാർ പറയും ബ്രഹ്മാവാണ് അല്ലെങ്കിൽ ശിവനാണ് ഈശ്വരൻ, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ എന്ന് അവർ വാദിക്കും. Or they think all gods are equal. ചില ആൾക്കാർ വിചാരിക്കും എല്ലാം ഒന്നാണ്, ശിവനും ബ്രഹ്മാവും ഗണപതിയും ഹനുമാനും വിഷ്ണുവും സൂര്യനും ചന്ദ്രനും എല്ലാം ഒന്നാണ്, all equal. Thus, Kulashekara's metaphors serve to dismantle all these misconceptions. അപ്പൊ ഈ ശ്ലോകത്തിലൂടെ നമ്മളുടെ തെറ്റായിട്ടുള്ള ആ മിസ്കൺസെപ്ഷൻസ് എല്ലാം അവിടെ ഖണ്ഡിക്കുകയാണ് കുലശേഖര ആൾവാർ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉണ്ട്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പല ബിറ്റ്സ് ആൻഡ് പീസസ് അവിടെയും ഇവിടെയും കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിനെ ചില കാര്യങ്ങൾ തെറ്റായിട്ട് ധരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ തെറ്റായിട്ടുള്ള ധാരണകളാണ് ഇവിടെ പ്രഭുപാദ ഡിസൈപ്പിൾസും പർപ്പോട്ടിൽ പറയുന്നത് പാന്തിസം. അതായത് ഈ ഭൂമി അതാണ് ഭഗവാൻ, ചില ആൾക്കാർ ആകാശം അതാണ് ഭഗവാൻ. ഓക്കെ, അല്ല ചില ആൾക്കാർ പറയും എല്ലാവരും ഒന്നാണ്, ചില ആൾക്കാർ പറയുന്നു ഭഗവാന് രൂപമില്ല, ചില ആൾക്കാർ പറയുന്നു ഡെമിഗോഡ്സ്, അതായത് രുദ്ര ബ്രഹ്മ അവരെല്ലാം ഭഗവാൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ദൂരീകരിക്കുകയാണ് ചെയ്യുന്നത് ആര്? നമ്മുടെ കുലശേഖര ആൾവാർ. അപ്പൊ ഹൂ ഇസ് ഗോഡ്? Who is God? Krishna alone. Nobody else. അല്ലേ? മതഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോക്തം സൂത്രേ മണിഗണ ഇവ. മതഃ പരതരം നാന്യത്, വേറൊരു സത്യമില്ല ഞാനൊഴികെ. മത പരതരം ന അന്യത്, ഞാനൊഴികെ ഒരു സത്യമില്ല. എല്ലാം എന്നെ ആശ്രയിച്ചിരിക്കുന്നു. എങ്ങനെ? ഒരു മുത്തുമാലയിലെ മുത്തുകളെല്ലാം കോർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെന്താണ്? ഒരു ത്രെഡാണ്. ആ ത്രെഡിനെ നമുക്ക് കാണുന്നില്ല, പക്ഷെ ആ മുത്തുകളൊക്കെ ശരിക്കും ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ത്രെഡ് വേണം. അതാണ് അണ്ടർലൈങ് ഫാക്ടർ. അപ്പോൾ ആ മുത്തിനെ ആശ്രയിച്ച, അതേപോലെ ഭഗവാനെ ആശ്രയിച്ചാണ് ബാക്കി എല്ലാ പ്രപഞ്ചത്തിൽ കാണുന്നതും കാണാത്തതും എല്ലാ സത്യങ്ങളും ഈ
ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ മിസ്കൺസെപ്ഷൻസ് ഒക്കെ എല്ലാം മാറ്റിത്തരാണ് കുലശേഖര ആൾവാർ. So this verse expresses King Kulashekara's mood of awe and reverence as he contemplates the Supreme Lord's magnificent power and opulence. ഭഗവാന്റെ ഐശ്വര്യം, ആ മഹത്വം, അതിന്റെ ഗ്രേറ്റ്നെസ്, ഓക്കെ, അത് മനസ്സിലാക്കി തരാണ് ഈ ശ്ലോകത്തിലൂടെ. അപ്പൊ എങ്ങനെയാണ് കുലശേഖര ആൾവാർ കാണുന്നത്? ഓ ആൻഡ് റെവറൻസിലാണ്. ആ ഭഗവാന്റെ ഓപ്പുലൻസ്, ഭഗവാന്റെ ആ മഹത്വം, ഐശ്വര്യങ്ങളെ അതേപോലെ കാണാണ്. പക്ഷെ അതിനെ വർണ്ണിക്കാനുള്ള വാക്കുകളോ അതിനെ മനസ്സിലാക്കി തരാനുള്ള ശരിക്കുള്ള മെറ്റഫോഴ്സും ഇല്ല. അപ്പൊ മാക്സിമം അദ്ദേഹം ഈ എക്സാമ്പിൾസ് കൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ഭഗവാന്റെ ഗ്രേറ്റ്നെസ്. Many pure bhaktas go beyond this appreciation of the Lord in his opulent majesty and come to enjoy intimate loving exchanges with him. അപ്പൊ ശുദ്ധ ഭക്തന്മാരെ ഭഗവാന്റെ ഓപ്പുലൻസിലല്ല കാണുന്നത്, ഐശ്വര്യത്തിലല്ല കാണുന്നത്. ഭഗവാന്റെ വേറൊരു ആസ്പെക്ട് ഉണ്ട്, വിച്ച് ഈസ് സോ സ്വീറ്റ്. എന്താണ് ആ സ്വീറ്റ്നെസ്? എന്താണ് ആ ആസ്പെക്ട്? ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഭഗവാന്റെ ഓപ്പുലൻസിനെ, ഐശ്വര്യത്തിനെയാണ് കണ്ടിട്ട് ആകർഷിക്കപ്പെടുന്നത്, അതിനെ നമ്മള് സ്തുതിക്കുന്നത്. പക്ഷെ ഭക്തന്മാര് ആ ഓപ്പുലൻസിൽ, ആ ഐശ്വര്യത്തിൽ പെട്ടിട്ടില്ല. അവർക്കത് നെഗ്ലിജന്റ് ആണ്, ഭഗവാന്റെ ഐശ്വര്യത്തിന്റെ. അത് ഭക്തന്മാര് എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്തിനാണ്? ഭഗവാനോടുള്ള ഭക്തിക്ക്, ഭക്തിപ്രേമ ഭഗവത് സേവനത്തിന്, ഭക്തിക്ക്, ഭഗവാനോടുള്ള ഭക്തിക്ക്. അപ്പൊ അതിന്റെ മുമ്പില് ഈ ഐശ്വര്യങ്ങളെല്ലാം എന്താവും? ഗ്രഹണ സമയത്ത് എന്താ സംഭവിക്കുക? ഒന്നല്ലെങ്കിൽ ഭൂമി മറിയും, അല്ലെങ്കിൽ ചന്ദ്രൻ മറിയും, അല്ലെങ്കിൽ സൂര്യൻ മറിയും, അല്ലേ? അപ്പൊ എക്ലിപ്സ് ചെയ്യപ്പെടും. അല്ലെ, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ അതേപോലെ ഈ ഓപ്പുലൻസ് എല്ലാം അതിന് എക്ലിപ്സ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് ലവിങ്, ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ആ സ്വീറ്റ് ലവിങ് എക്സ്ചേഞ്ച്, അതാണ് അവർക്ക് ഗ്രേറ്റ്നെസ്. അല്ലാണ്ട് ഭഗവാന്റെ ബ്രഹ്മാണ്ടങ്ങൾ വലുതാണ്, ഭഗവാന്റെ സൃഷ്ടി വലുതാണ്, ഏണോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും അവർക്ക് കാര്യമില്ല. എന്തായിക്കോട്ടെ, നമുക്ക് ഭഗവാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സാഖ്യരസത്തിലും വാത്സല്യരസത്തിലും മാധുര്യരസത്തിലും അനുഭവിക്കുന്ന ആ പ്രേമം, ആ സ്നേഹം, അതിന് തുല്യമായിട്ട് ഒന്നുമില്ല, എത്ര തന്നെ ഗ്രേറ്റ്നെസ് ആയിക്കൊണ്ട്. അപ്പൊ ഗോലോക വൃന്ദാവനിലുള്ള ആ ഒരു മെലോസ്, ട്രാൻസെൻഡന്റൽ മെലോസ്, അതാണ് ഭക്തന്മാർക്ക് പ്രിയം. അല്ലാണ്ട് ഭഗവാനുള്ള മറ്റുള്ള ഐശ്വര്യങ്ങളല്ല. ഷഡൈശ്വര്യങ്ങളുണ്ട്, അല്ലെ? ആ ഷഡൈശ്വര്യങ്ങളിൽ നിന്നും അവര് എന്താ പറയാ, ആകർഷിക്കാൻ. അതിലും കൂടുതലായിട്ട് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭക്തന്മാരെ ആകർഷിക്കുന്ന ആ സ്വീറ്റ് ലവിങ് എക്സ്ചേഞ്ച് ആണ് ഭഗവാനായിട്ടുള്ളത്. അതാണ് ഇവിടെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. ഓക്കെ, ലവിങ് എക്സ്ചേഞ്ചസ് വിത്ത് ഹിം, ഹിസ് opulent majesty, and come to enjoy intimate loving exchange with him. But regardless of one's ultimate relationship with the Lord, when one starts one's devotional career, one must be trained to appreciate the greatness of the Supreme Lord. അപ്പൊ എന്തായാലും നമ്മള് ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ്, മഹത്വം, ഐശ്വര്യങ്ങളെ നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. Therefore, in the Bhagavad Gita 9.8, Krishna teaches his friend Arjuna, the whole cosmic order is under me. Under my will, it automatically manifested again and again, and under my will, it is annihilated at the end. Maya adhyakshena prakriti suyate sacharacharam. അതല്ലേ? ഏതു നാനേന കൗന്തേ അല്ല, അതല്ല. അതേപോലെ ഒരു ശ്ലോകം തന്നെ, പൃഥ്വിം സ്വാം അവസ്തഭ്യ വിശ്രജാമി പുനഃ പുനഃ ഭൂതഗ്രാമം ഇമാം കൃഷ്ണം അവസം പ്രകൃതേർ വസാത്. Okay, the whole cosmic order is under me.
സിമിലർ ശ്ലോകമാണ് മറ്റൊന്ന് മായ അധ്യക്ഷേണ പ്രകൃതി എന്നുള്ളത്. അണ്ടർ മൈ വിൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റഡ് അഗെയിൻ. എൻ്റെ ഇച്ഛപ്രകാരമാണ് അത് പ്രത്യക്ഷമാകുന്നു അപ്രത്യക്ഷമാകുന്നു, പ്രകടമാകുന്നു അപ്രകടമാകുന്നു. ആൻഡ് അണ്ടർ മൈ വിൽ, എൻ്റെ ആഗ്രഹത്തിലാണ് ഇറ്റ് ഈസ് അനീലേറ്റഡ്, അത് സംഹരിക്കപ്പെടുന്നത്, നശിക്കപ്പെടുന്നത് അവസാനമായിട്ട്. ഭഗവാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്നാണ് പറയുന്നത്. സോറി, ഷെയർ ചെയ്ത് പോയോ? ഷെയർ ചെയ്യാൻ എവിടെ പോയത്? മിനിറ്റ്. Okay. അമ്മ അമ്മയുടെ മൊബൈൽ ഒന്ന് തരുമോ? One second കേട്ടോ. കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോ 9.8 എന്താണ് ഭഗവാൻ പറയുന്നത്? കൃഷ്ണ teaches his friend Arjuna, the whole cosmic order is under me. Under my will it is automatically manifested again and again, and under my will it is annihilated at the end. Because the Supreme Lord's potencies are unlimited, they are also inconceivable. ഭഗവാന്റെ പൊട്ടൻസീസ് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് സ്റ്റാഗ്നന്റ് അല്ല. അതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ഭഗവാന്റെ ആ ഐശ്വര്യത്തെ, ഭഗവാന്റെ ആ ഒരു പൊട്ടൻസി. അത് നമുക്ക് ഇൻകൺസീവബിൾ ആണെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൃഷ്ണ ക്രിയേറ്റ്സ് ഓൾ ദ സ്പീഷീസ് ഓഫ് ലൈഫ് ആൻഡ് യെറ്റ് ഹി ഹാസ് നോ കണക്ഷൻ വിത്ത് ദം. ഭഗവാൻ ആണ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത്, എങ്കിലും ഹീസ് എലൂഫ്, അതൊന്ന് വിട്ടു നിൽക്കണം. അത് കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ശക്തിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, ബഹിരാംഗ ശക്തി. എങ്ങനെ ഒരു കമ്പനി ഉടമസ്ഥൻ, അദ്ദേഹം നേരിട്ടിട്ട് കമ്പനിയിൽ വരുന്നില്ല, ഫാക്ടറിയിൽ പോകുന്നില്ല, ഡയറക്റ്റ് മാനേജ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ അനുയായികളെ, അദ്ദേഹത്തിന്റെ എംപവേർഡ് റെപ്രസെന്റേറ്റീവ്സിനെ എങ്ങനെയാണോ എംപവർ ചെയ്യുന്നത്, ഓത്തറൈസ് ചെയ്യുന്നത്, അവരാണ് ഇതെല്ലാം നോക്കിയതാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ. അതേപോലെ ഭഗവാന്റെയും അധ്യക്ഷതയിലാണ് ഇത് നടക്കുന്നത്. പക്ഷെ ഭഗവാൻ ഇതിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ്മെന്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. That's why yet he has no connection with them directly. The Jiva's souls have no awareness of how the cosmic process is taking place. ജീവാത്മാക്കൾക്ക് അറിയില്ല അത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അവർക്ക് അറിയില്ല. Yet by the will of the Lord they are sometimes supplied bodies, allowed to maintain themselves for a while, and then without their knowledge or control they are annihilated. എന്നാലും അവർക്ക് അവരുടെ കർമാനുസരണത്തിന് അവർക്ക് ശരീരം കിട്ടുന്നു, അത് കുറച്ചു കാലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ എന്താണ് അവരും അവരുടെ ശരീരം നശിക്കുന്നു. ബട്ട് ഈ ഹൂസ് വിൽ ഡയറക്ട്സ് ഓൾ ദീസ് ചേഞ്ചസ് ഈസ് നോട്ട് ഇൻവോൾവ്. ആരുടെ അധ്യക്ഷതയിലാണ് ഇത് നടക്കുന്നത്, അദ്ദേഹം ഇതിൽ ഡയറക്ട്ലി ഇൻവോൾവ്മെന്റും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. So glorifying the Lord as King Kulashekara does in this prayer awakens in us the proper mood of appreciation of the Lord's greatness and also helps us understand our position as his insignificant servants. ഭഗവാനെ സ്തുതി ചെയ്തിട്ട് കുലശേഖർ ആൾവാർ ഈ പ്രാർത്ഥനയിൽ കൂടെ നമ്മളുടെ മൂഡ്, ശരിക്കുള്ള മൂഡ്, എങ്ങനെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം,
എങ്ങനെ ഭഗവാനെ സ്തുതിക്കണം. ഓക്കെ, ഇത് നമുക്ക് ഭഗവാന്റെ ഓപ്പുലൻസസ്, ഗ്രേറ്റ്നെസ്, മഹത്വം എങ്ങനെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനെ വേണ്ട പോലെ ഗ്ലോറിഫൈ ചെയ്യണം എന്ന് ഈ ശ്ലോകത്തു കൂടെ നമുക്ക് പറഞ്ഞു തരണം. അതേസമയം നമ്മളുടെ പൊസിഷൻ ഭഗവാന്റെ മുമ്പിൽ എത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്നത് നമുക്ക് കാണിച്ചു തരാം. നമ്മളെല്ലാം ഇൻസിഗ്നിഫിക്കൻറ്റ് സെർവൻസ് ആണ്. മമായി വംശോ ജീവലോകി ജീവഭൂത സനാതന, അല്ലെ? ഭഗവാന്റെ അംശങ്ങളാണ്. ആ അംശങ്ങൾ എത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് നമ്മുടെ പൊസിഷൻ, നമ്മുടെ ഗ്രേറ്റ് അല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഐ എം ഗ്രേറ്റ്, നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണെന്ന്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയില്ല. ചില ആൾക്കാർ അഹംഭാവം കൊണ്ട് പറയും ഐ എം സോ ഗ്രേറ്റ്, ഐ ക്യാൻ ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ്, ഐ ക്യാൻ ഡിപ്പോർട്ട് വിത്തിൻ നോ ടൈം ഇവിടുന്ന്, ഐ എം സോ പവർഫുൾ. ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോർഡ്, നമ്മുടെ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജന്റെ ആ ഇൻസിഡന്റ് പറഞ്ഞ പോലെ വി ആർ നോൺ എക്സിസ്റ്റന്റ് എന്നുള്ളതാണ്. നമുക്ക് അസ്തിത്വമേ ഇല്ല. അതാണ് നമ്മുടെ പൊസിഷൻ. എന്തിന് നമ്മളുടെ അസ്തിത്വം? ഈ പ്രപഞ്ചത്തെ, ഈ യൂണിവേഴ്സിന്റെ അസ്തിത്വം തന്നെ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അസ്തിത്വം തന്നെ ഒരു ഡോട്ടായിട്ടാണ് ഈ കോസ്മിക് സൃഷ്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ജസ്റ്റ് എ ഡോട്ട്, അല്ലെ? പിന്നെന്താ നമ്മുടെ അസ്തിത്വം? നമ്മളാണ് ചിലപ്പോൾ അഹങ്കരിക്കുന്നത്. അതാണ് ഭഗവാൻ കുലശേഖര ആൾവാർ ഈ പ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ എത്ര തന്നെ ഭഗവാനെ സ്തുതിച്ചാലും ഗ്ലോറിഫൈ ചെയ്താലും പോരാ, അത്രയും ഗ്രേറ്റ് ആണ്. അപ്പൊ നമുക്ക് കഴിയുന്ന വിധത്തില് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുക. അതിന് ശ്രീമദ് ഭാഗവതത്തിൽ ഒരുപാട് സ്തുതികളുണ്ട്. ഓക്കെ, ചോയ്സസ്റ്റ് വേർഡ്സ് കൊണ്ടുള്ള സ്തുതികൾ ആചാര്യന്മാര്, വ്യാസദേവൻ, ഇവരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്തുതികളെ കൊണ്ട് നമുക്ക് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാം. അല്ലാതെ നമുക്ക് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള യോഗ്യതയോ അതിനുള്ള കഴിവോ അതിനുള്ള സാമർഥ്യമില്ല. അപ്പൊ നമ്മള് ആചാര്യന്മാരുടെ പാത പിന്തുടരുക. ഗുരു സാധു ശാസ്ത്ര എന്നാണ് പറയുന്നത്, അതനുസരിച്ച് ജീവിച്ചാൽ ഭഗവാന്റെ കൃപ നമ്മുടെ മീതുണ്ടായിരിക്കും. അങ്ങനെ ഭഗവാനെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം, അത്രത്തോളം ഭഗവാൻ നമ്മൾക്ക് റിവീൽ ചെയ്യും. അടുത്ത ക്ലാസ് എടുത്താൽ പോരെ? ഇപ്പൊ അധികമില്ല, സമയമില്ല. അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഹരേ കൃഷ്ണ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ആനന്ദകൂടി वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे। हरि हरि बोल.